കഥയായിട്ട് എഴുതാനുള്ളൊരു ശ്രമം നടത്തി നോക്കി. പാട്ട് നോവൽ എഴുതുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി എഴുതിയതല്ല. ഇതിങ്ങനെ കഥ പറയാൻ വേണ്ടിയിട്ട് ഒരു സങ്കേതം അന്വേഷിച്ച് അത് ഇങ്ങനെ ആയി മാറിയതാണ്. ഇതിപ്പോൾ കണ്ണൂർ താജ്മഹൽ എന്നോ തിരുവനന്തപുരം താജ്മഹൽ എന്നോ കോഴിക്കോട് താജ്മഹൽ എന്നോ എഴുതിയാൽ ഈ ഒരു പഞ്ച് കിട്ടില്ല. കുന്നംകുളം താജ്മഹൽ എന്ന് എഴുതുമ്പോൾ ഒരു പഞ്ചുണ്ട്. കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടി മോഹൻലാലിൻ്റെ ഫാനാണെന്ന് പറഞ്ഞിട്ട് അയാളെ രാത്രി മുഴുവൻ തകർന്നു പോകുന്ന അവസ്ഥയൊക്കെ സബീർ ഫേസ് ചെയ്തതാണ്. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് പറയുന്നതാണ് തിരുവനന്തപുരം ഭാഷ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ അന്യനാട്ടുകാരുണ്ടായിരിക്കും. അതല്ല ഭാഷ എന്നുള്ളത്, അത് ഏതോ ഒരു ഭാഗത്ത് മാത്രം പറയുന്നതാണ് എന്നുള്ളത് സുരാജ് വെഞ്ഞാറമൂടിനും അറിയാം, ഇവിടെ ഉള്ള ആളുകൾക്കും അറിയാം. കുന്നംകുളം താജ്മഹൽ നമുക്ക് ഇപ്പം ഈ എഴുത്തുകാരനെ കുറിച്ച് ഇതൊരു സൗഹൃദ കൂട്ടായ്മയും കൂടിയാണ്. അപ്പം എഴുത്തുകാരനെ കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു അഭംഗിയാണെന്ന് തോന്നുന്നു. കാരണം അതുപോലെ അത്ര പ്രശസ്തനാണ്, ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു. അപ്പോൾ ഈ നോവലിന് ഒരു പ്രത്യേകത, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു പാട്ട് നോവൽ അതാണ്. കാരണം നമ്മൾ നോവൽ നമ്മൾ പല രീതിയിൽ വായിക്കുന്നുണ്ട്. പക്ഷെ പാട്ട് നോവൽ അതെന്താണ് എന്നുള്ള ഒരു കൗതുകമാണ് നമ്മൾ ഇന്ന് ഇപ്പം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഹരിനാരായണൻ സാറിനെ ക്ഷണിക്കുന്നു. ഒപ്പം ഇതിനെ ഇത് ചെയ്യുന്നത് സിദ്ധാർത്ഥ്, അദ്ദേഹത്തെ വേദിയിലേക്കും നമ്മൾ ക്ഷണിക്കുന്നു. ഈ നോവലിൽ കുന്നംകുളം താജ്മഹലിൽ പദ്യ നോവലെന്നോ അല്ലെങ്കിൽ കാവ്യ നോവലെന്നോ അല്ല, പാട്ട് നോവൽ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ ആ വാക്കിന് തന്നെ ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. കാരണം പാട്ട് എല്ലാ കാലത്തും ഒരു അടിസ്ഥാനപരമായ ജനവിഭാഗത്തിൻ്റെ ആവിഷ്കാരത്തെ നമ്മൾ പാട്ടെന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ കാവ്യമെന്നോ ഗാനമെന്നോ അല്ല, പാട്ടെന്ന്. നാടൻ പാട്ടുകൾ, കഥാഗാനങ്ങൾ എന്നൊക്കെ തുടങ്ങി പാട്ട് പ്രസ്ഥാനം മലയാള സാഹിത്യത്തിലുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ വന്നിട്ടുള്ളതെല്ലാം എപ്പോഴും അടിസ്ഥാന ജനവിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അങ്ങനെയാണ് ഈ പാട്ട് നോവൽ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫോം, ഈ ഒരു പുസ്തകത്തിൻ്റെ ഈ പാട്ട് നോവൽ എന്ന് പറയുന്ന ഫോമിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് നമ്മുടെ എഴുത്തുകാരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. മാഷ്, ഇത് ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഒരു പത്രാധിപരോട് ഞാൻ നന്ദി പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു കവിത അയച്ചു കൊടുത്ത്, ഇവിടെ ഒ പി സുരേഷിനെ പോലെയും അനിൽകുമാറിനെയും പോലുള്ളവരുണ്ട്. ചിലപ്പോൾ നമ്മളൊരു കവിത അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മാസികയാവട്ടെ വാരികയാവട്ടെ അതിൽ വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ നമ്മളൊരു കവിതയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ചിലപ്പോൾ 4-5 മാസം വൈകാം. ചിലപ്പോൾ ഇത് മറന്നുകൊണ്ടും സംഭവിക്കാം. ഒരുപാട് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു പത്രാധിപർക്ക് കിട്ടുന്ന ഒന്നായിരിക്കും കവിത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ കുന്നംകുളം താജ്മഹൽ എന്ന പേരിൽ ഞാനൊരു 10-12 വരിയിൽ ഒരു ഗദ്യ കവിതയാണ് എഴുതിയത്. അപ്പം ഇത് അയച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നിട്ട്, രാഹുൽ എന്ന് പറഞ്ഞാൽ സിനിമയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്, അയാൾ ഇത് ചോദിച്ച് എന്നോട് ചോദിച്ചു, മറ്റേ ഇങ്ങനെ പുതിയ കവിത ഏതാണെന്ന് വെച്ചപ്പോൾ ഞാൻ ഈ കവിത പറഞ്ഞു. അപ്പം ഞാൻ ഈ കവിത അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നി. അപ്പം ഞാൻ എന്താണ് ഈ കവിതയുടെ, എന്താണ് ഇത് വരാനുള്ള ഒരു സാഹചര്യം എന്നൊരു കഥ ഞാൻ പറഞ്ഞു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കേട്ട ഒരു കഥയാണ് അത്. ഞാൻ ആ ഒരു കുന്നംകുളം താജ്മഹൽ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലിൽ എഴുതിയതാണ്. അപ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ ഇയാൾ എന്നോട് ചോദിച്ചു, ഇയാളൊന്നും കൂടി സിനിമ തിരക്കഥ എഴുതുക എന്നൊക്കെയുള്ള ഒരു, അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, അയാൾ ആദ്യം എന്നോട് ചോദിച്ചത് ഇതിലൊരു സിനിമയുണ്ടല്ലോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ സിനിമ എനിക്ക് തോന്നിയില്ല, ഇതൊരു കഥയായിട്ട് എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കഥയായിട്ട് എഴുതാനുള്ളൊരു ശ്രമം നടത്തി നോക്കി. അപ്പം എനിക്ക് ആ ഒരു പെർട്ടിക്കുലറായിട്ട് ഇതിന് വേണ്ട ഒരു ഗദ്യം വഴങ്ങുന്നില്ല. അപ്പം ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ഇത് പാട്ട് പോലെ ഒന്ന് ലെങ്ത്തിൽ പാട്ട് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ പാട്ട് പോലെ എന്നുള്ളതല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ കിളിക്കവിത എന്നല്ല കിളിപ്പാട്ട് എന്നാണ് പറയുന്നത്, പടക്കവിത എന്നല്ല പടപ്പാട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പാട്ടിൻ്റെ ചരിത്രമുണ്ട്. ഏതെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറുതായിട്ടുള്ളൊരു മീറ്ററിൽ അതിൽ കുറേയൊക്കെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു മീറ്റർ, അങ്ങനെ നമുക്കെപ്പോഴും അങ്ങനെ ഒരു മീറ്റർ ചിന്തിപ്പിക്കും. പാട്ടിൻ്റെ മീറ്റർ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ മാവേലി നാടുവാണിയിടും കാലം എന്നാണെങ്കിലും
വടക്കം പാട്ടാണെങ്കിലും ഒക്കെ ഏതാണ്ട് ഒരേ ഇതിലാണ്. അപ്പോൾ അതിൽ ഞാൻ വെറുതെ ഒരു 2 ചാപ്റ്റർ എഴുതി. അപ്പോൾ ഇത് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ എന്നുള്ളതൊരു പ്രശ്നമുണ്ടല്ലോ. ഒരു കഥ പോലെയാണ് എഴുതുന്നത്. അങ്ങനെ 3-4 സുഹൃത്തുക്കളെ വിളിച്ച് കേൾപ്പിച്ചു. അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും തോന്നി. ഞാൻ നേരെ ആ കവിത പിൻവലിച്ചു. എന്നിട്ട് ഇത് എഴുതാൻ തുടങ്ങി ഓരോ പാട്ട്. അപ്പോൾ ഇതിങ്ങനെ അതിനനുസരിച്ചാണ്. ഇപ്പം ഞാൻ ഈ കഥാപാത്രം, ഈ കുന്നംകുളം താജ്മഹലിലെ രാധാകൃഷ്ണൻ എന്ന കഥാപാത്രം കുന്നംകുളത്തുള്ള ഒരാളല്ല, അയാളെ ഇങ്ങോട്ട് പറിച്ചു നട്ടതാണ്. അപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. നമുക്ക് ഒരു കവിത എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കണം. അപ്പോൾ എനിക്കറിയുന്ന കുറേ പേരെ ഞാൻ ഈ രാധാകൃഷ്ണനിലേക്ക് പരിചയമുള്ളവരെ കൊണ്ടുവന്നു അയാളുടെ ക്യാരക്ടറിലേക്ക്. അയാളുടെ ക്യാരക്ടർ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അതങ്ങനെ വളർന്നു. അപ്പോൾ ചന്ദ്രിക എന്ന് പറയുന്ന ക്യാരക്ടറിനെയും എനിക്ക്, അതല്ല പേര്, രാധാകൃഷ്ണൻ്റെയും പേരതല്ല, ചന്ദ്രികയും അതുപോലെ ഒന്ന് എനിക്കറിയുന്ന കുറേ ആളുകളെ വെച്ച് ഞാൻ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള കുറേ ആളുകൾ കയറി വന്നു. കുറേ സംഭവങ്ങൾ, നാട്ടിലെ സംഭവങ്ങൾ, കാലഘട്ടം ഒക്കെ വന്ന് അതങ്ങനെ ഒരു 15 പാട്ടായി. അപ്പം ഇതെങ്ങനെ ഇപ്പം ഈ പറഞ്ഞ പോലെ വേഴ്സ് നോവല്ലാന്നോ ഈ പദ്യ കഥ എന്നോ അല്ലെങ്കിൽ പാട്ട് കഥ എന്നൊക്കെ എഴുതുമ്പോൾ ഒരു ആ കോയിനിങ് ഒരു സുഖം കിട്ടുന്നില്ല. അങ്ങനെയാണ് പാട്ട് നോവൽ എന്നുള്ള രീതിയിൽ കോയിൻ ചെയ്തത്. അപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ഒരു നോവൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കണമെന്നറിയില്ല. എന്നാലും ഒരു നോവലിൽ അത് വേണം ഇത് വേണം എന്നൊക്കെയുള്ള, ഇപ്പോൾ ഒരു ദേശം, കാലം, ഇങ്ങനെ പലതും പറയുന്നുണ്ട്. അതൊക്കെ ആ പാരാമീറ്റേഴ്സൊക്കെ ഇതാക്കുന്നുണ്ടോയെന്നറിയില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു കോയിനിങ് കൊടുത്തു എൻഡിൽ. പിന്നെ എനിക്ക് കുറേ പേരെ 10-23 പേരെ, ഇപ്പോൾ ദീപ ടീച്ചർ പറഞ്ഞു, ടീച്ചർ ഇതിൻ്റെ എഡിറ്റിങ്ങിലൊക്കെ സഹായിച്ച ആളാണ്. അങ്ങനെ കുറേ 10-21 പേരെ ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ടാണ് ഇത് കൊടുത്തത്. അപ്പോൾ ഇത് പാട്ട് നോവൽ എഴുതുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി എഴുതിയതല്ല. ഇതിങ്ങനെ കഥ പറയാൻ വേണ്ടിയിട്ട് ഒരു സങ്കേതം അന്വേഷിച്ച് അത് ഇങ്ങനെ ആയി മാറിയതാണ്. തീർച്ചയായും ആ ഒരു സങ്കേതം അല്ലെങ്കിൽ അത്തരത്തിൽ ഈ സാമ്പ്രദായികമായ അതിരുകൾക്കപ്പുറം പോകുന്നത് എന്നും സാഹിത്യത്തെ ആണെങ്കിലും നമ്മുടെ വായനാശീലങ്ങളാണെങ്കിലും വളരെ വികസിപ്പിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ മാഷി പറഞ്ഞു വന്നതുപോലെ കുന്നംകുളം താജ്മഹൽ എന്ന് പറയുന്ന, നമ്മൾ ഫോമിനെ കുറിച്ച് സംസാരിച്ചു, ടൈറ്റിലിലേക്കാണ് ഇനി വരുന്നത്. കാരണം ഇതിൻ്റെ അവസാനത്തെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ കവിത മൊത്തത്തിൽ വായിക്കുകയല്ല, എന്നാലും ആ പാട്ടിൻ്റെ ഈയൊന്നല്ലടാ ഞാനാണ്ടാ ശരിക്കും താജ്മഹൽ, ചോരയും നീരുള്ള സാക്ഷാൽ കുന്നംകുളം താജ്മഹൽ ഒറിജിനൽ എന്നൊരു വരിയുണ്ട്. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ 2 ബിംബങ്ങളുണ്ടല്ലേ. ഒന്ന് താജ്മഹൽ എന്ന് പറയുന്ന എല്ലാ കാലത്തും വിശ്വമാനവികതയുടെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ഒരു വലിയ, ലോകത്തിൽ തന്നെ ഒരു വലിയ ബിംബമാണ് താജ്മഹൽ എന്ന് പറയുന്നത്. എന്നാൽ കുന്നംകുളം എന്ന് പറയുമ്പോൾ അതൊരു പ്രാദേശികതയാണ്. അപ്പോൾ സാർവലൗകികമായ ഒരു പ്രണയത്തിൻ്റെ ഒരു ബിംബം അവിടെ നിൽക്കുന്നു, പ്രാദേശികത ഇവിടെ നിൽക്കുന്നു. അതിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ഒരു സ്റ്റീരിയോ ടൈപ്പിക്കലായിട്ട് എല്ലാ കാലത്തും മലയാളത്തിൻ്റെ സാംസ്കാരിക ഭൂമിയിൽ കുന്നംകുളത്തെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് വെക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ആ കുന്നംകുളം താജ്മഹൽ എന്ന് പറയുന്ന ടൈറ്റിലിൽ തന്നെ ഒരു കൗതുകമുണ്ട്. എന്നാൽ ആ കൗതുകത്തിന് പിന്നിൽ ഈ നോവൽ അല്ലെങ്കിൽ ഈ പാട്ട് നോവൽ, ഈ ആഖ്യാനം, ഈ ഫോം, ഇതെല്ലാം സംസാരിക്കുന്ന കുറച്ചുകൂടെ മീനിങ്ങുകളും ആ ഒരു ടൈറ്റിലേക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റിലേക്ക് വന്നതിനെ കുറിച്ചുകൂടെ. ഈ ടൈറ്റിൽ ആക്ച്വലി ഞാൻ ഈ കവിത എഴുതുമ്പോഴേ ഉണ്ടായിരുന്നു. ഇത് ഞാനിതുപോലെ DC ബുക്സിൻ്റെ കണ്ണൂർ ചർച്ച നടക്കുമ്പോൾ ഒരാൾ, ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ എന്നോട് ചോദിച്ചത്, ഇതിപ്പോൾ കണ്ണൂർ താജ്മഹൽ എന്നോ തിരുവനന്തപുരം താജ്മഹൽ എന്നോ കോഴിക്കോട് താജ്മഹൽ എന്നോ എഴുതിയാൽ ഈ ഒരു പഞ്ച് കിട്ടില്ല. കുന്നംകുളം താജ്മഹൽ എന്ന് എഴുതുമ്പോൾ ഒരു പഞ്ചുണ്ട്. ഈ കുന്നംകുളം താജ്മഹൽ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന പഞ്ച് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പഞ്ച് തന്നെയാണ്. അത് ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന, കുന്നംകുളത്ത് നിന്നാണെന്ന് പറയുമ്പോൾ എവിടെ എത്തിയാലും ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാധനമാണത്. അപ്പം അതിനെ നമ്മളൊരു സാധ്യതയാക്കുന്നു എന്ന് മാത്രമാണ് ഈ കുന്നംകുളം താജ്മഹൽ എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ. അപ്പോൾ ഈ താജ്മഹൽ എന്ന് വിളിപ്പേരുള്ള ഒരാൾ കുന്നംകുളത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. ആ കഥയാണ് ഇതിനെ ഞാൻ ബേസ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രേമിച്ച ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാതെ ആ ഒരു പ്രേമത്തിൽ ജീവിക്കുന്ന ഒരാളെ നാട്ടുകാർ കളിയാക്കി വിളിച്ച ഒരു പേര് താജ്മഹൽ. അയാളത് ഏറ്റെടുക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഇതായിട്ടുള്ളത്. അപ്പം ഞാൻ തിരിച്ചാലോചിച്ചത്, അങ്ങനെ ഒരാൾ കുന്നംകുളത്ത് ജീവിക്കുകയാണെങ്കിൽ അയാളെ കുന്നംകുളം താജ്മഹൽ എന്ന് വിളിക്കുകയാണെങ്കിൽ അതിൽ വേറൊരു സാധ്യതയുണ്ടല്ലോ. അതായിരുന്നു കവിതയിലെ ഇതിവൃത്തം. അപ്പോൾ ആ ടൈറ്റിൽ വെച്ച് പിന്നെ അത് വികസിച്ച് വന്നപ്പോൾ വേറെ പല രീതിയിലുമായി.
അപ്പോൾ കുന്നംകുളം താജ്മഹൽ എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളൊരു ആ തോന്നൽ കൊണ്ട് തന്നെയാണ് ഈ ടൈറ്റിൽ വെച്ചത്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നൊരു ഇത് തന്നെയാണ്. കാരണം ഇപ്പം കവിതയുടെ കാര്യം പറഞ്ഞു. കാരണം ആ കവിതയിലൊരു ചെറിയ 11 വരികൾ അല്ലെങ്കിൽ അത്രയും ഒരു ചെറിയ വളരെ ചുരുക്കത്തിൽ പോയ ഒരു കവിത, ആ കവിതയിൽ നിന്നൊരു വലിയ പാട്ട് നോവൽ, എനിക്ക് തോന്നുന്നു 15ഓളം പദ്യങ്ങൾ വരുന്നുണ്ട്. 15-ൽ കൂടുതൽ പദ്യങ്ങൾ, 15 പദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ 15 പാട്ടുകളിലേക്ക് വരുമ്പോൾ നോവലിൽ വരേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ ചരിത്രം, നമ്മുടെ ലോകത്തിൻ്റെ ചരിത്രം, ഈ പാട്ട് നോവൽ വായിക്കുകയാണെങ്കിൽ അറിയാം. ഇതിൽ USSRന്റെ തകർച്ചയുണ്ട്, അർജന്റീനയുടെ ലോകകപ്പുണ്ട്, കപിൽ ദേവിൻ്റെ റിട്ടയർമെൻറ്റും സച്ചിൻ്റെ തുടക്കമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലോകത്തിലെ ഒരുപാട് ചരിത്ര സംഭവങ്ങളെ കൂടെ ഒരു രണ്ടുപേരുടെ, അതായത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള ലോകക്രമം തന്നെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലേക്ക്. അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്നുള്ളതല്ല, കാരണം നേരത്തെ മാഷെന്നെ പറഞ്ഞതുപോലെ എഴുതി വരുമ്പോൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ നമ്മൾ സങ്കല്പിക്കണം. ആ കാലഘട്ടത്തിലെ ഏതെല്ലാം ചരിത്ര സംഭവങ്ങൾ അവരെ സ്വാധീനിച്ചിരിക്കാമെന്ന് ആലോചിക്കണം. ആ ഒരു പ്രക്രിയ, ചരിത്രത്തെ ഈ ഒരു കൃതിയിലേക്ക്, ഈ കൃതിയെ ചരിത്രവൽക്കരിക്കുക എന്നൊരു സംഭവത്തിലേക്ക് എങ്ങനെയാണ് എത്തിയിട്ടുണ്ടാവുക? അത് ഞാനിത് കഴിഞ്ഞിട്ട്, ഇത് എഴുതി കഴിഞ്ഞിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അനിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ സംസാരത്തിൽ വരുന്നത് കവിതയായിരിക്കും, കവിതയുടെ കൺസ്ട്രക്ഷനായിരിക്കും. ഞാൻ ഇന്ന് വരെ ഒരു നോവലിസ്റ്റിനെ കണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സന്തോഷ് കുമാർ അടക്കം, ഒരു സുഭാഷ് ചന്ദ്രൻ അടക്കം, നമ്മളറിയുന്ന ഒരുപാട് നോവലിസ്റ്റുമാരുണ്ട്. ഇവരൊക്കെ കണ്ടു കഴിഞ്ഞ് ഇവർ ഏതെങ്കിലും വായിച്ച പുസ്തകത്തിനെ പറ്റി സംസാരിക്കുക എന്നല്ലാതെ ഇതിൻ്റെ ഒരു ക്രിയേഷനെ പറ്റിയിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു സാധനം ചെയ്യണമെന്നോ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇത് എഴുതി വന്നപ്പോൾ അങ്ങനെ ആയതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു ദിവസം യാദൃശ്യമായിട്ട് DC-യുടെ KLF-ന് വരുന്ന സമയത്ത് ഞാനും അഖിൽ P. ധർമ്മജനും ഒരു വണ്ടിയിലായി. അഖിൽ സുഹൃത്ത് അറിയാം. അപ്പം ഞാൻ വെറുതെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ അഖിലിനോട് ചോദിച്ചു, അപ്പോൾ അഖിൽ എങ്ങനെയാണ് പുതിയൊരു എഴുത്തിൻ്റെ, അപ്പോൾ അഖിൽ പുതിയൊരു സബ്ജക്റ്റ് വരുന്നു, അതുമായി എല്ലാവരും ചെയ്യുന്നതായിരിക്കും, ഒരുപാട് ഗവേഷണം നടത്തുന്നു, അതെഴുതി ഇങ്ങനെ നമ്മുടെ ഗവേഷണ വിവരങ്ങൾ എടുക്കുന്നു, അങ്ങനെ എടുത്തെടുത്ത് പോവുകയാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ കുറച്ച് നേരം പേടിച്ചിരുന്നു. കാരണം ഇത് ഞാൻ ആ കടലിൽ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാമെന്ന് പറയുന്ന, അപ്പം നമുക്കങ്ങനെ എഴുതി നോക്കുമ്പോൾ പരാജയപ്പെടാൻ ഒരു മടി ഉണ്ടാവുമല്ലോ. ആ സമയത്താണ് ഈ ഡാറ്റാസ് എടുക്കുന്നത്. പിന്നെ ഇതിലെ വിവരങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോ ആളുകളെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതിലെ രാധാകൃഷ്ണന് മമ്മൂട്ടിയുടെ ഒരു സാധനമുണ്ട്. അത് കൃത്യമായിട്ട് ഒരു മമ്മൂട്ടി ആരാധകൻ എൻ്റെ സുഹൃത്താണ് സബീർ എന്ന് പറഞ്ഞിട്ട്. സബീർ ഇതുപോലെ ഇതിൽ സംഭവിച്ച പോലെ കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടി മോഹൻലാലിൻ്റെ ഫാനാണെന്ന് പറഞ്ഞിട്ട് അയാളെ രാത്രി മുഴുവൻ തകർന്നു പോകുന്ന അവസ്ഥയൊക്കെ സബീർ ഫേസ് ചെയ്തതാണ്. അപ്പോൾ ഈ സബീറിന്, ഇപ്പോൾ സബീർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സബീറെ മമ്മൂക്കയുടെ ഇന്ന സിനിമ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ഞാനെടുത്ത് സബീറിൻ്റെ അടുത്ത് നിന്നാണ്. ക്രിക്കറ്റ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വൃത്തിയായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് അതിൻ്റെ കുറേ ഡാറ്റകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ ഇപ്പോൾ കുന്നംകുളത്തിൻ്റെ രാഷ്ട്രീയം പശ്ചാത്തലമൊക്കെ ഇതുപോലെ ഓരോ ആളുകളോട് ചോദിച്ച് ഇപ്പോൾ അതിലൊരു ഞങ്ങളുടെ കുന്നംകുളത്ത് കെട്ടുന്ന തിറ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് ഈ വടക്കൻ ഭാഗത്തുള്ള തിറയല്ല, ആ തിറയുടെ കാര്യങ്ങൾ മുഴുവൻ ഇതുപോലെ അഭി എന്ന് പറഞ്ഞിട്ടൊരു പയ്യനോട്, ഇത് കെട്ടുന്ന ആളോട് മുഴുവൻ എഴുതിയെടുത്തിട്ട്, ഇതിൽ രണ്ടാമത്തെ ഒരു ചാലഞ്ച് കൂടിയുള്ളത് എന്താ വെച്ചാൽ, നമ്മളൊരു പാട്ടിൻ്റെ മീറ്റർ തുടങ്ങി, ഇതിനെ മാറ്റാൻ പറ്റൂല. അങ്ങനെ ചില, ഇപ്പം ഞാനൊരു ജ്വല്ലറി ഉള്ള ആളോടാണ് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ആ കാലത്തുണ്ടായിരുന്ന മാലകളെ പറ്റിയിട്ട് ചോദിച്ചത്. കുറേ മാലകളുടെ പേര് എഴുതി തന്നിട്ടുണ്ട്, വീണ്ടും മാലകളുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ഈ മീറ്ററിലേക്ക്, ഈ പാട്ടിലേക്ക് കൊള്ളിക്കാൻ പറ്റാത്ത കുറേ ഡാറ്റകൾ അങ്ങനെയും കളയേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ തത്സമയം വെച്ച് നമ്മൾ ഈ രീതിയിൽ ഈ കഥാപാത്രം പോകാൻ തോന്നുമ്പോൾ ഉള്ള എടുക്കലുകളാണ്, അല്ലാതെ മുൻകൂട്ടി ഒരു ചരിത്രം എടുക്കൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ഫ്ലോയിലെടുത്ത ചരിത്രം മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല ശരിക്കും എന്നുള്ളൊരു ബോധ്യമുണ്ട്. പക്ഷെ ശരിക്കും അതല്ലെങ്കിൽ പോലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് സ്പോർട്സ് ആയാലും ശരി, സിനിമയാണെങ്കിലും ശരി. എനിക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന നടനോട് വളരെ ആരാധനയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിത് വായിക്കുമ്പോൾ
നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് ആണ്. ഈ പറയുന്ന പോലെ നായികയ്ക്ക് മോഹൻലാലിനെയാണ് ഇഷ്ടം, നായകൻ മമ്മൂട്ടി ആരാധനാണ്. നായിക തൂവാനത്തുമ്പികളിൽ മോഹൻലാൽ പാർവതിയെ കണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ നായകന് ഒന്നും പറ്റുന്നില്ല, പുള്ളിക്ക് അങ്ങനെ ആലോചിക്കുന്നില്ല. പുള്ളിക്ക് ഓഗസ്റ്റ് 1 പുള്ളിക്ക് പ്രിയപ്പെട്ട ഒരു സിനിമ ഓർമ്മയായിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ വരുമ്പോൾ തന്നെ ഇതിൽ കഥാപാത്രങ്ങളായി വരുന്നത് മമ്മൂട്ടി വരുന്നുണ്ട്, ശ്രീ VK ശ്രീരാമൻ വരുന്നുണ്ട്, റഫീഖ് അഹമ്മദ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റിയൽ ആയിട്ടുള്ള മനുഷ്യർ അവരൊക്കെ വായിച്ചു, അല്ലെങ്കിൽ അവരൊക്കെ വായിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു, വായിക്കാൻ പറ്റിയോ അവർക്ക്? ഇത് റിലീസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പേ തന്നെ ശ്രീരാമേട്ടൻ വായിച്ചിട്ടുണ്ട്. ശ്രീരാമേട്ടൻ അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുമുണ്ട്. ശ്രീരാമേട്ടൻ അത് ഇഷ്ടപ്പെട്ടു എന്നുണ്ട്. ശ്രീരാമേട്ടനായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ ഇത് അടുത്തൊരു കാര്യം, എൻ്റെ കുന്നംകുളത്തിനൊരു ഒരു 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 സ്ലാങ് ഉണ്ട്. ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അകലായിരുന്നു കുന്നംകുളവും ഈ തൃശ്ശൂരും തമ്മിൽ ഒരു 25 കിലോമീറ്റർ ഗ്യാപ്പുണ്ട്. പക്ഷേ ഇന്ന് ഈ ബസ് സർവീസ് ധാരാളമായതുകൊണ്ട് ഈ സ്ഥലങ്ങൾ തമ്മിൽ ഒന്നും കൂടി അടുത്തപ്പോൾ ഭാഷയും പരസ്പരം കലർന്നുപോയി. അപ്പോൾ ഇപ്പം നമ്മൾ തൃശ്ശൂർ ആണെങ്കിൽ എന്തുട്ടാ എന്നൊക്കെ ചോദിക്കുന്ന സാധനം ഞങ്ങൾ കുന്നംകുളത്തില്ല. പറയുമ്പോൾ 25 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് പറയുന്നതാണ് തിരുവനന്തപുരം ഭാഷ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ അന്യനാട്ടുകാരുണ്ടായിരിക്കും. അതല്ല ഭാഷ എന്നുള്ളത്, അത് ഏതോ ഒരു ഭാഗത്ത് മാത്രം പറയുന്നതാണ് എന്നുള്ളത് സുരാജ് വെഞ്ഞാറമൂടിനും അറിയാം, ഇവിടെയുള്ള ആളുകൾക്കും അറിയാം. ആ പറഞ്ഞ പ്രശ്നം എല്ലാ കോഴിക്കോടിനാണെങ്കിലും തൃശ്ശൂരിനാണെങ്കിലും ഒക്കെ ഉണ്ട്, എറണാകുളത്തിനാണെങ്കിലും ഒക്കെ ഓരോ സ്ഥലത്തെത്തും എറണാകുളത്തെ ഭാഷയായിരിക്കില്ല, കുറച്ചും കൂടി മട്ടാഞ്ചേരി ഭാഗത്തേക്ക് എത്തുമ്പോൾ, തൃപ്പൂണിത്തുറ എത്തുമ്പോൾ വേറെ ആയിരിക്കും, പെരുമ്പാവൂർ എത്തുമ്പോൾ വേറെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു ചേഞ്ച് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ പോലെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് അത്തരം ഒരു ഭാഷ കൈകാര്യം ചെയ്യുകയും അത്തരം ഭാഷയിൽ ഇത് നർമ്മമാണോ ചിലപ്പോൾ ദുഃഖമായിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു പെട്ടെന്ന് ഒരു വാചകത്തിൽ നിന്ന് അടുത്ത വാചകത്തിലേക്ക് മാറുമ്പോൾ അങ്ങനെ മാറ്റുന്ന, അല്ലെങ്കിൽ അടുത്തതിൽ ആക്ഷേപഹാസ്യമാക്കുന്ന രീതിയിൽ എന്താ പറയുക ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്ന ഒരാളാണ് ശ്രീരാമേട്ടൻ, മാൾട്ടി എന്ന് പറയുന്ന ഒരു ഇതിനെ വെച്ചുകൊണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഭാഷ ഞാൻ സ്വീകരിക്കുമ്പോൾ, ഇതിലെ പദ്യഭാഷയാണെങ്കിലും ഇതിലെ പദ്യഭാഷ സ്വീകരിക്കുമ്പോൾ ശ്രീരാമേട്ടൻ്റെ ഗദ്യഭാഷയെ ഒരു റെഫറൻസാക്കി ഞാൻ എടുത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടുകൂടി ഞാൻ ശ്രീരാമേട്ടനെ ആദ്യം വായിച്ചിരുന്നു. റഫീഖ പിന്നീടാണ് വായിച്ചത്. അപ്പോൾ ശ്രീരാമേട്ടനെ വായിപ്പിച്ചിരുന്നു. പിന്നെ എനിക്ക് കുറേ കൂടി അറിയുന്നവരാണ്, നാട്ടിലുള്ളവരാണ്, അവരുടെ പേര് ഞാൻ അവരെ റെഫറൻസായിട്ട് ഞാൻ ഉപയോഗിച്ചാൽ അവരെന്നെ വന്ന് തല്ലുവൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു വിശ്വാസം കൂടി ഉള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ ആളുകളെയൊക്കെ എടുത്തത്. ഈ ആളുകളെ എടുക്കുമ്പോഴാണ്, കാരണം അതിലൊരു കാരിക്കേച്ചർ സ്വഭാവമുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. സ്ഥലം മുക്കിമൂളിക്കര അത് ശരിക്കും ഉള്ള സ്ഥലമാണ്. അല്ല, മുക്കിമൂളിക്കര ഒരു ഫിക്ഷണൽ സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലം ഇട്ടു. പക്ഷേ ഈ മുക്കിമൂളിക്കരയ്ക്ക് ചിലപ്പോൾ കുന്നംകുളത്തിന് 7 കിലോമീറ്ററുള്ള എൻ്റെ നാടിനുമായിട്ട് ഭയങ്കര സാമ്യം ഉണ്ടായിരിക്കും. കാരണം അതിലെ ഓരോ ചെറിയ ഇടവഴിയുടെ പേരൊക്കെ ഞാൻ പെട്ടെന്ന് ഇതായിരിക്കും ഇട്ടിട്ടുണ്ടാവും, എനിക്ക് കുറെ കൂടി പരിചയമുള്ളത്. എന്നിരുന്നാലും മുക്കിമൂളിക്കര എന്നുള്ളത് ഒരു സാങ്കല്പിക ഗ്രാമമാണ്. മുക്കിമൂളിക്കര എന്ന ഗ്രാമം പോലെ തന്നെ കഥാപാത്രങ്ങൾ ടൈം പീസ് ഹംസ, BBC ബാലൻ, പിന്നെ ചെങ്കീരി, അപ്പൊ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് എടുക്കുന്ന ഇതൊക്കെ റെഫറൻസ് ഉണ്ട് എനിക്ക്. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു ഭാവനയെന്ന് എഴുതാച്ചാൽ ചെങ്കീരി എന്ന് വെളിപ്പേരുള്ളവർ, അതെൻ്റെ നാട്ടിലല്ലെങ്കിലും BBC എന്ന് വെളിപ്പേരുള്ളവരും ടൈം പീസ് എന്ന് വെളിപ്പേരുള്ളവരും ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തന്നെ, അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഇപ്പോൾ കട്ടമണി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്യാരക്ടർ ഉണ്ടായില്ല. ഇതൊക്കെ പല സ്ഥലത്തുനിന്നും പരിചയമുള്ള ആളുകളെ തന്നെ കുന്നംകുളത്തല്ലെങ്കിൽ അവരെ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാന്നുള്ളത് കൊണ്ട് കൊണ്ടുവന്നതിൽ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ റാബിയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ തീയത്തി കല്യാണി എന്ന് പറയുന്ന ക്യാരക്ടറാണെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴും ഒരു റെഫറൻസ് ഉണ്ട്. ഞാൻ എവിടെയൊക്കെയോ കണ്ട ഈവൺ അതിലൊരു അടി ഞാൻ എഴുതിയിട്ടുണ്ട്, ഒരു പൂരത്തിൻ്റെ തല്ല്. അതും എൻ്റെ നാട്ടിലിപ്പോൾ പൂരങ്ങളുടെ ഒരു സീസണാണ്. ഈ കുന്നംകുളം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷന് കീഴിൽ 625 ഉത്സവം പെരുന്നാൾ പ്ലസ് 650, ഇപ്പോൾ 650 മേലെ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം 2 എന്നുള്ള രീതിയിൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പെർട്ടിക്കുലർലി അതിൻ്റെ ഒരു സീസണാണ്. ഇപ്പോഴും അടിയുണ്ട്. കുറച്ചുകാടി മുമ്പ് കണ്ടു കഴിഞ്ഞ് ഞാൻ നേരിട്ട് 2 പേര് തമ്മിൽ വെറുതെ അടിക്കുക
ആരും പിടിച്ചു മാറ്റാല്ലേ അത് ഇടിച്ച് ഈ പുതിയ ഷർട്ടൊക്കെ പൂരത്തിനിട്ട് ചോരയൊക്കെ ഒലിപ്പിച്ച് അവർ പച്ച എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ വന്ന് ഇവരെ പിടിച്ചു മാറ്റി നേരെ പൊട്ടിയ ചെരുപ്പിൻ്റെ മറ്റേ വാറൊക്കെ ഇങ്ങനെ കുത്തിക്കയറ്റി ഇട്ട് നടന്നു പോകുന്ന അടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടൊരു അടി തന്നെയാണ് അതിൽ ഞാൻ എഴുതിയതും.